ടിപ്സ് ഓർ ഹാപ്പി ലൈഫ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കയ്പില്ലാത്ത നല്ല രുചികരമായ നാരങ്ങാച്ചാർ ഉണ്ടാക്കാനായിട്ടാണ് നമ്മളിന്ന് പോകുന്നത്. ആദ്യം തന്നെ നമ്മൾ നാരങ്ങ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. ഇതിൽ പൊടിയൊക്കെ കാണും, അതൊക്കെ പോകാനായിട്ട് നന്നായിട്ട് തന്നെ കഴുകിയെടുക്കുക. അതിനുശേഷം നമുക്ക് ഇതൊന്ന് തുടച്ച് എടുക്കുകയാണ് വേണ്ടത്. ഒരു കോട്ടൺ തുണി ഉപയോഗിച്ച് ഇതൊന്ന് തുടച്ചെടുക്കുക. ഇനി നമുക്ക് അപ്പച്ചെമ്പിൽ വെച്ച് ഒന്ന് വേവിച്ചെടുക്കണം. അപ്പച്ചെമ്പിൽ അടിയിൽ വെള്ളം ഒഴിച്ചിട്ട് അതിന് മുകളിൽ ആ തട്ട് വെച്ചിട്ടാണ് നമ്മൾ നാരങ്ങ നിരത്തേണ്ടത്. ഇത് അറിയാൻ പാടില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ. വെള്ളം തിളച്ചതിന് ശേഷം ഒരു 5 മിനിറ്റാണ് നമ്മൾ കുക്ക് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മുടെ നാരങ്ങ റെഡിയായിട്ടുണ്ടാകും. ഇനി നാരങ്ങ നന്നായിട്ട് തണുക്കാനായിട്ട് അനുവദിക്കുക. അതിന് ശേഷം നമുക്ക് 4 അല്ലെങ്കിൽ 2 അത് ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് ഇത് കട്ട് ചെയ്തെടുക്കാം. ചെറിയ നാരങ്ങയൊക്കെ ആണെങ്കിൽ 2 മുറിച്ചാലും മതി. നാരങ്ങ എടുക്കുമ്പോൾ എപ്പോഴും നല്ല മൂത്ത നാരങ്ങ തന്നെ എടുക്കണം. പച്ച നാരങ്ങയൊക്കെ ആണെങ്കിൽ അതിന് ആ ഒരു നാരങ്ങാച്ചാറിന് ആ ഒരു ടേസ്റ്റ് കിട്ടത്തില്ല. നാരങ്ങ അരിഞ്ഞത് ഞാനിവിടെ എടുത്തിരിക്കുന്ന ഒരു മൺപാത്രത്തിലാണ്, മൺചട്ടിയിലാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചില്ലിൻ്റെ കുപ്പിയിലെടുക്കാം. പക്ഷേ അലൂമിനിയം പാത്രത്തിൽ ഒരിക്കലും നാരങ്ങ ഇട്ട് വയ്ക്കരുത്. നമ്മളിത് ഒരു ദിവസം ഉപ്പും ഇത്തിരി പഞ്ചസാരയൊക്കെ ഇട്ട് വെക്കുകയാണ് ചെയ്യുന്നത്. ഉപ്പ് നമുക്ക് ആവശ്യത്തിന് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ പഞ്ചസാര 1 ടേബിൾ സ്പൂൺ ചേർക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം 6 മുതൽ 12 മണിക്കൂർ വരെ നമുക്ക് അടച്ചു വയ്ക്കാം. അതിന് ശേഷമാണ് നമുക്ക് ഇത് അച്ചാർ തയ്യാറാക്കേണ്ടത്. നമുക്ക് കുറച്ച് വെളുത്തുള്ളി വേണം. അതേപോലെ ഇഞ്ചി ഒരു ചെറിയ കഷ്ണം, വെളുത്തുള്ളി എടുത്തിരിക്കുന്നത് ഇതേപോലെ 3 എണ്ണമാണ് എടുത്തിരിക്കുന്നത്. പിന്നെ പച്ചമുളക് ഞാനൊരു 3 പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. 3 ഇതിൽ കറിവേപ്പില വേണം. ഞാനിവിടെ 2 ടൈപ്പ് മുളക് പൊടി എടുത്തിട്ടുണ്ട്. കാശ്മീരി മുളകും അതുപോലെ സാധാരണ മുളകും. അപ്പോൾ എരിവ് നമുക്ക് ഒരുപാട് കൂടി പോകത്തില്ല. അപ്പോൾ എരിവൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് എടുക്കുക. അപ്പോൾ ഞാൻ ഓരോ സ്പൂൺ വീതമാണ് എടുക്കുന്നത്. പിന്നെ നമുക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി വേണം. പിന്നെ താളിക്കാനായിട്ട് കടുക്, പിന്നെ ഉലുവാപ്പൊടി, കായം, അതേപോലെ ഉപ്പ് വേണം, വിനാഗിരി, പിന്നെ നമുക്ക് നല്ലെണ്ണ വേണം. വിനാഗിരി നമുക്ക് പുളിക്കനുസരിച്ചാണ് ചേർക്കേണ്ടത്. അതപ്പോൾ നോക്കിയിട്ട് ഓരോരുത്തരുടെയും പുളി അനുസരിച്ച് ചേർത്ത് കൊടുക്കുക. പിന്നെ നല്ലെണ്ണ ഉണ്ടെങ്കിൽ നല്ലെണ്ണ തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതാണ് അച്ചാറിന് കൂടുതലും നല്ലത്. അച്ചാർ നല്ലെണ്ണയിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ കൂടുതൽ നാൾ ചീത്താവാതെയൊക്കെ ഇരിക്കും. അപ്പോൾ നമ്മുടെ നാരങ്ങ ഇപ്പോൾ 1 ദിവസം ആയിട്ടുണ്ട് നമ്മൾ ഉപ്പൊക്കെ പുരട്ടി വെച്ചിട്ട്. ഇനി നമുക്കിത് അച്ചാർ ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. നമ്മളൊരു ചുവട് കട്ടിയുള്ള പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് നല്ലെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കടുക് പൊട്ടുന്നുണ്ട്. പൊട്ടിക്കഴിയുമ്പോൾ നമുക്ക് ഇഞ്ചി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം ഞാൻ ഇഞ്ചി എടുക്കട്ടെ. നമ്മുടെ കടുക് ഏകദേശം ആയിട്ടുണ്ട്. അപ്പം ഞാൻ ഇത് ഇഞ്ചി ഇട്ട് കൊടുക്കാൻ പോവാണ്. ഇഞ്ചി ഒന്ന് വഴന്ന് വരണം. കാര്യം അതിൻ്റെ ആ പച്ചക്കുത്ത് കാര്യങ്ങളൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യം ഇഞ്ചി ചേർത്ത് കൊടുത്തത്. ഇനി നമുക്ക് പച്ചമുളക് അരച്ചതും കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. നമ്മുടെ പച്ചമുളക് ഇപ്പോൾ വഴന്നിട്ടുണ്ട്. ഇനി ഞാൻ വെളുത്തുള്ളിയാണ് ചേർക്കാൻ പോകുന്നത്. ഒന്ന് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയാണ്. ജസ്റ്റ് ഒന്ന് വഴന്നു വന്നാൽ മതി. ഒരുപാട് കരിയേണ്ട ആവശ്യമില്ല അച്ചാറിനായതുകൊണ്ട്. അപ്പം ഞാനിനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാൻ പോവാണ്. 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർക്കുന്നത്. ഇനി നമ്മൾ 1 ടീസ്പൂൺ ഉലുവ വറുത്ത് പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉലുവ വറുത്ത് പൊടിക്കുന്നതിൻ്റെ വീഡിയോ ഒക്കെ ഇതിനു മുമ്പ് ഇട്ടതാണ്. അങ്ങനെ നമ്മളൊന്ന് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറേ നാളത്തേക്ക് അച്ചാറിനോ എന്തിനു വേണമെങ്കിലും നമുക്ക് എടുക്കാം. അപ്പോൾ അതെല്ലാവരും ചെയ്യുക. ഇനി നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ കാശ്മീരി മുളക് പൊടിയാണ് ആദ്യം ചേർത്തത്. ഇനി സാധാരണ മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. 2 ഓരോ സ്പൂൺ വീതമാണ് ചേർത്തത്. ഈ സമയത്ത് നമ്മൾ തീ കുറച്ച് വേണം ഇടാനായിട്ട്, അല്ലെങ്കിൽ മുളക് പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇപ്പോൾ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ നാരങ്ങ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം.
നമ്മൾ ഒരു ദിവസം ഉപ്പൊക്കെ ഇട്ട് വെച്ചിരുന്ന നാരങ്ങയാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോഴുള്ളൊരു പ്രത്യേകത, ഇത് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഉപയോഗിക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. നമ്മൾ നാരങ്ങയിൽ നേരത്തെ ഉപ്പൊക്കെ പുരട്ടി വെച്ചിരുന്നതുകൊണ്ടാണ് ഇപ്പോൾ അച്ചാർ ഇട്ട സമയത്ത് ഇപ്പം നമ്മൾ ഉപ്പ് ഇടാഞ്ഞത്. എന്ന് വെച്ചാലും നിങ്ങളൊന്ന് ഉപ്പൊക്കെ നോക്കണം, എങ്ങനെയുണ്ട്, ഉപ്പ് ആവശ്യമുണ്ടോ എന്നൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം. അപ്പം ഞാനൊരല്പം ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പോവാണ്. ഞാനൊരല്പം ഉപ്പ് ചേർക്കുന്നുണ്ട്, കാരണം ഇപ്പോൾ വിനാഗിരി കൂടി വരുമ്പോൾ എന്തായാലും ഒരല്പം കുറവ് പോലെ തോന്നുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വിനാഗിരി ചേർത്ത് കൊടുക്കാം. പെട്ടെന്നൊരു പരിപാടിയൊക്കെ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ, ഒരു ഫംഗ്ഷനൊക്കെ ഉണ്ടെങ്കിൽ, ബിരിയാണിക്കൊക്കെയാണ് ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് കുറച്ച് ദിവസം കൊണ്ട് അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കഴിച്ചു തീർക്കാനൊക്കെ ആണെങ്കിൽ നമുക്ക് തിളപ്പിച്ച വെള്ളമൊക്കെ ചേർക്കുവാണെങ്കിൽ ഒരല്പം ഗ്രേവി ആയിട്ട് കിട്ടും. അപ്പോൾ അല്ലാതെ നമുക്കിപ്പോൾ കൂടുതൽ നാൾ വെച്ചിരിക്കണമെങ്കിൽ നമ്മൾ വിനാഗിരി തന്നെ അതനുസരിച്ച് ചേർക്കേണ്ടി വരും. ഇനി ഞാൻ ഇതിലേക്ക് കായപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കായം അത് ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച്, കായമാണ് ശരിക്കും അച്ചാറിന് ആ ഒരു ടേസ്റ്റ് വരുന്നത്. അപ്പോൾ അത് ഓരോരുത്തരും യുക്തിക്ക് അനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഞാൻ ഏകദേശം 1 ടീസ്പൂണോളം ചേർത്തിട്ടുണ്ട്. നമ്മുടെ അച്ചാർ റെഡി ആയിട്ടുണ്ട്. തീ ഓഫ് ചെയ്യാണ്. നമ്മൾ ഈ രീതിയിലാണ് അച്ചാർ ഇടുന്നതെങ്കിൽ യാതൊരു കയ്പോ ഒന്നും ഈ അച്ചാറിന് ഉണ്ടാവത്തില്ല. പിന്നെ കൂടുതൽ ദിവസം വെച്ചിട്ടൊക്കെ എടുക്കുമ്പോൾ എപ്പോഴും നമ്മൾ കഴുകി തുടച്ച സ്പൂൺ കൊണ്ട് തന്നെ, അതായത് ഉണങ്ങിയ സ്പൂൺ കൊണ്ട് തന്നെ എടുക്കാനായിട്ടൊക്കെ ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ കേടുവരാൻ, പൂത്തൊക്കെ പോകാനായിട്ട് സാധ്യത ഉള്ള കാര്യമാണ്. ടിപ്സ് ഓർ ഹാപ്പി ലൈഫ് എന്ന ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ഈ വീഡിയോയുടെ താഴെയുള്ള റെഡ് കളർ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ കൂടിയുണ്ട്, അതുകൂടി ക്ലിക്ക് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പം നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.